إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബമാണ് ആലു ഇമ്രാൻ. ഇമ്രാനിൻ്റെ കുടുംബം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവിയുടെ പിതാവാണ് ഇമ്രാൻ. ഇമ്രാൻ്റെ ഭാര്യയായിരുന്നു ഹന്ന. ഹന്നക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഒരു കുട്ടിയുണ്ടാകണമെന്ന് അവർ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായപ്പോൾ ആ സന്ദർഭത്തിൽ അവർ നടത്തിയ ഒരു നേർച്ച ആലു ഇമ്രാനിൻ്റെ 36-ാം സൂക്തത്തിൽ നമുക്ക് കാണാം. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. അള്ളാഹുവേ, എൻ്റെ ഈ വയറ്റിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ നിന്റെ മാർഗത്തിൽ പൂർണ്ണമായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു, അത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന്. ആ കാലത്ത് ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. തങ്ങൾക്ക് ആൺകുട്ടികളുണ്ടാകുമ്പോൾ ആ ആൺകുട്ടിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേർച്ചയാക്കുന്ന ഒരു കസ്റ്റം, പ്രത്യേകിച്ച് മസ്ജിദുൽ അഖ്സയുടെ പരിപൂർണമായ പരിചരണത്തിനും പരിപാലനത്തിനും അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനകളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന മറ്റു ഭൗതികമായ വ്യവഹാരങ്ങൾക്ക് തിരിയാതെ പൂർണ്ണമായി ഒരു പള്ളിയുടെ മുന്നോട്ടുള്ള പരിപാലന പ്രവർത്തനങ്ങൾക്ക് മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന, ജീവിതങ്ങളെ നേർച്ചയാക്കുന്ന ഒരു ശൈലി ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ആ ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹന്ന എന്ന ആ സ്ത്രീ തൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ദൈവിക മാർഗത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒഴിഞ്ഞു വെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. മാസങ്ങൾ പിന്നിടുമ്പോൾ അവര് പ്രസവിക്കുകയും എന്നാൽ അവർക്കുണ്ടായത് ഒരു പെൺകുട്ടിയാവുകയും ചെയ്തു. റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ. അല്ലാഹുവേ, എനിക്കുണ്ടായതൊരു പെൺകുഞ്ഞാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത് വലൈസ ദക്കറു കൽ ഉൻസ, വലൈസ ദക്കറു കൽ ഉൻസ. ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ, എന്നാൽ ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ, പെണ്ണ് ആണിനെ പോലെയല്ലല്ലോ എന്ന ആശയത്തിൽ അവർ ആ സമയത്ത് തൻ്റെ മനസ്സിൻ്റെ സന്ദേഹം പങ്കുവച്ചതും, എന്നിരുന്നാലും ആ മകളെ തൻ്റെ നേർച്ചയുടെ ഭാഗമായി മസ്ജിദുൽ അഖ്സയിൽ വളർത്തുന്ന ഒരു രീതി അവർ സ്വീകരിച്ചതും അള്ളാഹു അവരുടെ ആ നേർച്ച ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിച്ചു എന്ന്
ആ ആയത്തിന്റെ തൊട്ടു ശേഷമുള്ള ആയത്തുകളിലൂടെ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞ വാചകം വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല എന്നാണ്. ഇന്നിൻ്റെ കാലത്ത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ള പ്രയോഗമാണ്, സ്റ്റേറ്റ്മെൻ്റാണ് ഇത്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ച് മുസ്ലിം സമൂഹത്തിന് നേരെ ഉയർന്നു വരാറുള്ള വിവിധ തരങ്ങളിലുള്ള വിമർശനങ്ങൾ, മുസ്ലിം പക്ഷത്ത് നിന്ന് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലപാടുകൾ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരോ ഇസ്ലാമിക കൂട്ടായ്മകളോ പറഞ്ഞാൽ അതുപോലും വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്ത് കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വാചകങ്ങൾ, സ്റ്റേറ്റ്മെന്റുകൾ, ആണ് പെണ്ണിനെ പോലെയല്ല, അതല്ലെങ്കിൽ പെണ്ണ് ആണിനെ പോലെയല്ല, രണ്ടും രണ്ടാണ്, പൂർണ്ണമായ അർത്ഥത്തിൽ അവർ തുല്യരല്ല എന്ന ആശയം പറയുമ്പോഴേക്ക് ഇതൊക്കെ ഇസ്ലാമിൻ്റെ വികലമായ വീക്ഷണമാണ്. സ്ത്രീയെ രണ്ടാം തരക്കാരായി കാണുന്ന ഇസ്ലാമിക മതത്തിൻ്റെ പ്രാകൃതമായ ശൈലിയാണിത്. ഇവർ പാട്രിയാർക്കിയുടെ ആളുകളാണ്. പുരുഷ മേധാവിത്വ ശൈലികളിൽ സ്വീകരിച്ച് പെണ്ണിനടിച്ചമർത്തുന്ന, ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് സ്ത്രീ വിമോചനം സാധ്യമാകണമെങ്കിൽ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് മുറവിളി കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം ചില ആശയങ്ങൾ ലിബറൽ ചിന്താഗതികൾ യുക്തിവാദികളുടെ ആദർശങ്ങളായി പരിണമിച്ച് ഈ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ അതിന് മറുപടി നൽകുന്ന, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സിസ്റ്റങ്ങൾ ഉയർത്തിക്കാണിച്ച് ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണങ്ങളെപ്പോലും തമസ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആണും പെണ്ണും ഒരുപോലെയല്ല എന്നത് ഇസ്ലാം എന്ന മതത്തിൽ മാത്രം ഒതുങ്ങുന്ന, ലോകത്തൊരു പക്ഷേ വിശുദ്ധ ഖുർആൻ മാത്രം പറഞ്ഞ പ്രമേയമാണോ? ഒരിക്കലുമല്ല. ലോകം അംഗീകരിക്കുന്ന, ആപേക്ഷികമായിട്ടെങ്കിലും അംഗീകരിക്കുന്ന ഒരു തത്വമാണ് ആണിന്റെ വസ്ത്രം, പെണ്ണിന്റെ വസ്ത്രം, ആൺകുട്ടികൾക്കുള്ള മത്സരം, പെൺകുട്ടികൾക്കുള്ള മത്സരം വെവ്വേറെയായി നടത്തുന്ന രീതികൾ നമ്മുടെ നാടുകളിലുണ്ട്. ഒരു കുട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തനം കാണുമ്പോൾ ഒരു ആൺകുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പെൺകുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് ഭിന്ന മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സംസാരങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ ശൈലികളെക്കുറിച്ച് ഇന്ന് യുക്തിവാദത്തിൻ്റെ ആശയവുമായി കടന്നു വരുന്ന ആളുകൾ പറയുന്നത്, കുട്ടി ജനിക്കുന്നത് മുതൽ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചു കൊണ്ട് വളർത്തുന്ന ഒരു വാർപ്പ് സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു സാംസ്കാരിക വാർപ്പ് മാതൃക നമ്മുടെ നാട്ടിലുണ്ട്. അത് ഉടച്ചു കളയണം എന്നാണ് യുക്തിവാദികൾ ഇതിനോടുള്ള പ്രതികരണമായി നടത്തുന്നത്. അവർക്ക് തന്നെ മറുപടിയായി ഇസ്ലാമിക സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ചില പ്രതികരണങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, സ്ത്രീകൾക്ക് പ്രത്യേകമായി ശുചിമുറികൾ, മൂത്രപ്പുരകൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുന്നുണ്ട്. അതേപോലെ ബസ്സുകളിലും തീവണ്ടികളിലും അടക്കം ഈ വാഹനങ്ങളിൽ അവർക്ക് പ്രത്യേകം സീറ്റ് റിസർവ് ചെയ്യുന്നു. ഒളിമ്പിക്സ് പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഇനങ്ങളിലാണ് അവരുടെ പ്രതിഭയെ, കഴിവിനെ, പൊട്ടൻഷ്യലിനെ മാറ്റുരക്കുന്നതിനുള്ള രീതികളായി സ്വീകരിക്കുന്നത്. പക്ഷെ അതൊക്കെ പറയുമ്പോൾ അതൊക്കെ തിരുത്തണം, തകർക്കണം, ഇതൊക്കെ ഒറ്റ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരണം എന്ന ആശയം അതിൻ്റെ ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ പലതരത്തിലുള്ള വാദങ്ങൾ, അഭിപ്രായങ്ങൾ, കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു മെക്സവനുമായി ബന്ധപ്പെട്ടോ നാട്ടിൽ നടക്കുന്ന മറ്റേതെങ്കിലും ജനകീയ മുഖം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ട്രെൻഡുകളുമായി ബന്ധപ്പെട്ടോ ഇസ്ലാമിക പക്ഷത്ത് നിന്നുള്ള ഒരു സംസാരമുണ്ടാകുമ്പോൾ നമ്മളെ മതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, അതും വിവാദം, അത് ആ ചാനലിലെ ചർച്ച, ഈ ചാനലിലെ അന്തിച്ചർച്ച എന്ന് പറഞ്ഞ് ഒരു അപകർഷതാബോധത്തിലേക്ക് തിരിഞ്ഞു പോവുകയോ, അതല്ലെങ്കിൽ ഇവിടെ പുതുതായി രൂപപ്പെടുത്തുന്ന ഒരു പൊതുബോധം, അതൊരു കോൺസയൻസ്
ടാക്സായി മാറുന്ന നമ്മുടെ കൂടി മനസ്സിൻ്റെ ഒരു ചിന്തയാക്കി മാറ്റുന്ന ആ ഒരു അജണ്ടയ്ക്ക് വിധേയമാകുന്നതിന് പകരം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യമെന്ത്, ഇസ്ലാമിൻ്റെ സങ്കല്പമെന്ത്, ഇവിടെ ഇതിൻ്റെ പാരലായി സമാന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ എന്ത്, അതിൻ്റെ വ്യത്യാസം എന്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മതത്തിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം വിവാദങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാരണം, സ്ത്രീയും പുരുഷനും പൂർണ്ണമായി തുല്യരല്ല, അഥവാ ആബ്സല്യൂട്ട് ഇക്വാളിറ്റി എന്ന് പറയുന്ന മുസാവാത്തുൻ മുത്ലഖ, ആണും പെണ്ണും ഒരുപോലെ തുല്യമാണ് എന്ന് പറയുന്നത് പ്രകൃതിപരമായും ശരിയല്ല, മതപരമായും ശരിയല്ല. പിന്നെ എന്താണ് നമുക്ക് ഓപ്ഷനായി അവസരമായി നിലനിൽക്കുന്നത്? ജെൻഡർ ജസ്റ്റിസ് ആണ്, ലിംഗനീതി. ആണിനും പെണ്ണിനുമിടയിൽ നീതി വേണം, തുല്യതയല്ല, നീതിയാണ് വേണ്ടത് എന്നതാണ് ഇസ്ലാം ഇത്തരം വിഷയങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. അദാലത്തുൻ ബൈനൽ ജിൻസൈൻ, പുരുഷ സ്ത്രീ വർഗങ്ങൾക്കിടയിൽ നീതി കാണിക്കുക എന്നത്. ഇപ്പൊ തുല്യത, നീതി ചിലപ്പോൾ അത് സമാനമായ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. ഇത് പദങ്ങൾ ചുറ്റിപ്പറ്റി ഇങ്ങനെ വെറുതെ ഒരു കോലാഹലം ഉണ്ടാക്കുകയാണോ, വെറുതെ തർക്കിച്ച് സമയം കളയാണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. സത്യത്തിൽ ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നതും ജസ്റ്റിസ് എന്ന് പറയുന്നതും തുല്യത എന്ന് പറയുന്നതും നീതി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിലോ അല്ലാതെ ഒക്കെ നമുക്ക് അതിൻ്റെ അനുഭവമുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കാം, ഭക്ഷണം ഒരു വലിയ ഒരു സംഘം ആളുകൾക്ക് കൊടുക്കുകയാണ്. പല പ്രായത്തിലുള്ള, പല ആരോഗ്യ നിലവാരത്തിലുള്ള ആളുകളുണ്ട്. അവിടെ എല്ലാവർക്കും ചെറിയ പ്രായത്തിലും വലിയ പ്രായത്തിലും ഉള്ളവർ, രോഗികൾ, ആരോഗ്യമുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരേ അളവിൽ തന്നെ ഭക്ഷണം കൊടുക്കുക എന്നത് ഇക്വാലിറ്റിയാണ്, തുല്യതയാണ്. പക്ഷെ അവിടെ തുല്യത ആവശ്യമില്ല, അവിടെ വേണ്ടത് നീതിയാണ്. ഓരോരുത്തർക്ക് ആവശ്യമായ അളവിൽ ഭക്ഷണം കൊടുക്കുക. ചെറിയ കുട്ടിക്ക് കൊടുക്കുന്ന അളവിലെ മുതിർന്നവർക്കും കൊടുക്കൂ എന്ന് വാശി കാണിക്കുന്നത് അനീതിയാണ്. അതേപോലെ വലിയവർ കഴിക്കുന്ന അതേ അളവിൽ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് തീറ്റിക്കുക എന്നത് അതാണ് നീതി എന്നൊരാൾ പറയുന്നുവെങ്കിൽ അത് അബദ്ധമാണ്. അതുകൊണ്ട് തുല്യത, നീതി എന്നതിനെ രണ്ടായി തന്നെ കണ്ട് ഇസ്ലാം ഈ രംഗത്ത് തസ്വിയത്ത്, സമപ്പെടുത്തുന്നതിനെയല്ല മറിച്ച് അദാലത്തിനെ, നീതിബോധത്തെ സ്ഥാപിക്കുവാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ഇപ്പൊ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള നീതി പറയുമ്പോൾ, അതേപോലെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പൂർണ്ണമായ തുല്യതയില്ല എന്ന് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില തുല്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു 7-8 സന്ദർഭങ്ങൾ പുരുഷനും സ്ത്രീയും ഒരുപോലെ എന്ന് ഇസ്ലാം പരിഗണിക്കുന്ന രംഗമുണ്ട്. ഒന്നാമത്തെ രംഗം, ഒരാളെ മനുഷ്യനായി കാണുമ്പോൾ അവിടെ ആണ് പെണ്ണ് എന്ന വേർതിരിവ് ഇസ്ലാമിനില്ല. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് മനുഷ്യർ അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ളത് കൂടുതൽ തഖ്വയുള്ള ആളുകൾക്കാണ്. അവിടെ ആണിന് കൂടുതൽ സ്ഥാനം, പെണ്ണിന് കൂടുതൽ സ്ഥാനം, ഒരു വിഭാഗത്തെ അടിച്ചമർത്തും. അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിനില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സാംസ്കാരികമായ അവസ്ഥകളുണ്ട്. ഒരു പെണ്ണിനെ ഒരു മനുഷ്യനായി പോലും കാണാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അവരൊരു മനുഷ്യനാണോ, അവർക്ക് ആത്മാവുണ്ടോ എന്ന നിലയ്ക്ക് അവരുടെ അസ്തിത്വത്തെ ഡീഗ്രേഡ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് ജോലി ചെയ്യാനോ സമ്പാദിക്കാനോ, അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ആ സ്വത്തിൽ അനന്തരാവകാശമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലും മുസ്ലിം സ്ത്രീക്ക് അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകൾക്ക് ആ രംഗത്തെല്ലാം കൃത്യമായ അവകാശങ്ങൾ വകവെച്ച് കൊടുത്ത് അന്തസ് നൽകിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. പെണ്ണ് പിറന്നതിൻ്റെ പേരിൽ കുഴിച്ചു മൂടപ്പെട്ട ചോര പൈതലുകളുള്ള ഒരു സാമൂഹിക ക്രമത്തിലാണ് ഒരാളൊരു പെൺകുട്ടിയെ വളർത്തി അവൾക്ക് സംസ്കാര സമ്പന്നയായി വളർത്തും വിധം അവൾക്ക് ആവശ്യമായ ഭക്ഷണവും വിദ്യാഭ്യാസവും അതേപോലെ വസ്ത്രവും നൽകി സംരക്ഷിച്ച് വളർത്തിയാൽ അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പെൺമക്കളുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ച് സുവിശേഷം അറിയിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അവിടെ പെണ്ണിനെ അടിച്ചമർത്തുന്നതിന് പകരം ആണും പെണ്ണും ഒരുപോലെ മനുഷ്യരായി കാണുന്ന, മനുഷ്യജീവിയായി കാണുന്ന ഒരു സംസ്കാരം ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, തുല്യത വരുന്ന ഒരു കാര്യം, ഒരാൾ ഒരു
കർമ്മം, മതപരമായ കർമ്മം ചെയ്താൽ, നിസ്കാരമോ നോമ്പോ സക്കാത്തോ അങ്ങനെയുള്ള ഏത് കർമ്മം ചെയ്താലും ആണിനും പെണ്ണിനും ആ കർമ്മത്തിന് അള്ളാഹു തുല്യമായ പ്രതിഫലം നൽകും. തുല്യമായ പ്രതിഫലം. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇപ്പൊ കോർപ്പറേറ്റോ ഗവൺമെന്റ് സെക്ടറോ അല്ലാത്ത സാധാരണ തൊഴിലിടങ്ങൾ, ഒരു സാധാരണ തൊഴിലിടം, കോർപ്പറേറ്റ് അല്ല, കൃത്യമായ ലേബർ പോളിസികൾ, തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിഗണിക്കുന്ന അത്തരം സംവിധാനങ്ങളല്ല. അല്ലാത്ത സ്ഥലത്തുകൾ നോക്ക്, ആണിനും പെണ്ണിനും തുല്യമായ ശമ്പളമാണ് കൊടുക്കുക, കൂലിയാണ് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറുകിട വ്യാപാരികൾ, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരാണിനെ ഒഴിവാക്കി പെണ്ണിനാക്കിയ 7,000-നും 8,000-നും ഒരാളെ കിട്ടും. ആണാണെങ്കിൽ ഒരു 12,000 കൊടുക്കേണ്ടി വരും എന്ന് പറയാറുണ്ട്. പെണ്ണായതുകൊണ്ട് ചെറിയ കൂലി കൊടുത്ത് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ്. എന്നാൽ ഈ രംഗത്ത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന വിശാലമായ മേഖലകളിലെ ഒരു മേഖല, ഒരാൾ ചെയ്യുന്ന മതപരമായ കർമ്മത്തിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം, മൻ ആമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ആണാവട്ടെ പെണ്ണാവട്ടെ, ഈമാനോട് കൂടി ഒരു അമല് ചെയ്താൽ അവർക്ക് സമ്പുഷ്ടമായ ഐശ്വര്യമുള്ള ഒരു ജീവിതം ഞാൻ നൽകുമെന്നാണ്. അവിടെ ആണ് പെണ്ണ് എന്ന വേർതിരിവില്ല. അതുപോലെ അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലൂടെ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി, വിവിധ അമലുകൾ ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും വേറിട്ട് എണ്ണിക്കൊണ്ട് അവരുടെ പ്രതിഫലം അല്ലാഹു പറയുന്നു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വ അജ്റൻ അളീമ. അല്ലാഹു അവർക്ക് പാപമോചനം നൽകും, മഹത്തായ പ്രതിഫലം നൽകും. അവിടെ ആണിനും പെണ്ണിനും തുല്യമായ പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ രംഗത്തും ഇസ്ലാം സ്ത്രീ പുരുഷന്മാർക്കിടയിൽ തുല്യത, ആണും പെണ്ണും ഒരുപോലെ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. മൂന്നാമത്തെ ഒരു മേഖല, ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിച്ച് നടപ്പിലാക്കുമ്പോൾ സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാം പാലിക്കുന്നുണ്ട്. ഇപ്പൊ വ്യഭിചാരിക്കുള്ള ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആണിന് വേറെ ശിക്ഷ, പെണ്ണിന് വേറെ ശിക്ഷ, അങ്ങനൊന്നുമില്ല. അവിടെ കുറ്റവാളിയെ തന്നെയാണ് കൈകാര്യം ചെയ്യുക. ഇപ്പൊ നമുക്ക് പരിചയമുള്ള പല പ്രദേശങ്ങളിലുള്ള ഒരു അവസ്ഥ നോക്കാം. ഇപ്പൊ ഒരാൾ കൊലക്കുറ്റം ചെയ്തു, ആണാണ് ചെയ്തത് എന്നതുകൊണ്ട് വധശിക്ഷ പ്രഖ്യാപിച്ചതും, പെണ്ണായത് കൊണ്ട് അത് പെണ്ണാണ്, സ്ത്രീ എന്ന പരിഗണനയാൽ വധശിക്ഷ വിധിക്കാതെ ജീവപര്യന്തം നൽകുന്ന ഒരു രീതിയുണ്ട്, വേർതിരിവുണ്ട്. ഈ ഒരു വേർതിരിവ് ഇസ്ലാമിലില്ല. അതേപോലെ അവിഹിതം നടന്നു കഴിഞ്ഞാൽ അതിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അതിത്തെ പെണ്ണിനെ മാത്രം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അതിത്തെ ആണിനെ മാത്രം കുറ്റപ്പെടുത്തുക. രണ്ടാളും ചെയ്തത് തോന്നിയാസാണ്. അതിൽ ഒരാൾ രക്ഷപ്പെടുകയും ഒരാൾ മാത്രം കുറ്റക്കാരിയോ കുറ്റക്കാരനോ ആവുന്ന ആ സമ്പ്രദായം ഇസ്ലാമിലില്ല. ഒരു സിന നടന്നാൽ, വ്യഭിചാരം നടന്നാൽ രണ്ടുപേരും തുല്യമായി ആ തെറ്റിൽ, ആ കുറ്റത്തിൽ പങ്കാളികളാണ് എന്ന ഒരു സമത്വം ആ രംഗത്തും ഇസ്ലാം പറഞ്ഞു. നാലാമത്തെ ഒരു മേഖല, ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവ്, ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറയുമ്പോഴും ഇസ്ലാം പ്രയോഗിക്കുന്നത് അസ്വാജ്, സൗജ്, സൗജത്ത് എന്നീ പ്രയോഗമാണ്. പാർട്ട്ണർ എന്നാണ്. അവര് പങ്കാളി എന്ന അർത്ഥത്തിലാണ്. വിവിധ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും കടപ്പാടുകളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് പരസ്പരം പൂരകങ്ങളായി നിലകൊള്ളുന്ന ഭാര്യ ഭർത്താവ് എന്ന ഒരു തുല്യത അവിടെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഉത്തരവാദിത്തങ്ങളുടെ, ബാധ്യതകളുടെ, വ്യക്തിപരമായി പരസ്പരം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഭാര്യമാർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, ഭർത്താക്കന്മാർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ് എന്നിങ്ങനെ കൃത്യമായി രണ്ടുപേരും, ഒരാൾക്കൊരു വസ്ത്രം ഏതുപോലെ അലങ്കാരമാകുന്നോ, പരിരക്ഷ നൽകുന്നുവോ, അഭിമാനത്തിന് സംരക്ഷണം നൽകുന്നുവോ, ജീവിതത്തിൻ്റെ ക്യാരക്ടറിന് കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നൽകുന്നോ, ആ നിലയ്ക്ക് കൃത്യമായി പരസ്പരം ആ ബാധ്യതകൾ നിർവഹിക്കുന്ന ഒരു ശൈലി ഇസ്ലാം പഠിപ്പിച്ചു. അഞ്ചാമതായി, ഇപ്പോൾ ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ ഇഷ്ടപ്പെട്ട ഇണയെ, സങ്കല്പത്തിലുള്ള ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്ത് ആണിനും പെണ്ണിനും തുല്യമായ അവകാശമുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സംഭവം, ഒരു സ്ത്രീ റസൂലിനോട് പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ ഒരു കല്യാണത്തിന് എന്നെ നിർബന്ധിപ്പിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. റസൂലുള്ള ആ വിവാഹബന്ധം നിശ്ചയിച്ച കല്യാണമാണ്, ആ നിക്കാഹിൽ നിന്ന് പിന്മാറാൻ പ്രവാചകൻ നിർദ്ദേശം നൽകിയത് കാണാം. പെണ്ണിന്റെ സമ്മതം കൂടി ഉണ്ടാകുമ്പോഴാണ് നിക്കാഹ് സാധുവുള്ളൂ. അല്ലാതെ ആണിന് ഇഷ്ടമുള്ളവരെ കെട്ടാൻ ഞങ്ങളുടെ ജീവിതം ആകെ കട്ടപ്പുക എന്നൊന്നുമില്ല. സങ്കല്പത്തിലുള്ള ഇണയെ
ഇഷ്ടപ്പെട്ട് ആ മനസ്സമ്മതത്തോടു കൂടിയുള്ള ഒരു രീതി. അവിടെ ആൺ പെൺ വേർതിരിവില്ല. ആറാമത്തേത് ത്വലാഖ് ചെയ്യേണ്ട സന്ദർഭം ഉണ്ടെങ്കിൽ അവിടെയും രണ്ട് കൂട്ടർക്കും ആണിനും പെണ്ണിനും തുല്യത ഉണ്ട്. അല്ലാതെ ആണുങ്ങൾക്ക് ഏത് സമയത്ത് ഉപയോഗപ്പെടുത്താവുന്ന അവരുടെ ഒരു വെപ്പണായിട്ട് ഈ ത്വലാഖിനെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. അത്ര അനിവാര്യമാണെങ്കിൽ മാത്രമേ ത്വലാഖ് പറ്റുള്ളൂ. അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. വളരെ ശക്തമായി ഇസ്ലാം ആ കാര്യങ്ങൾ സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ എന്തുണ്ട്? വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ഫഇൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി. സ്വന്തം വിവാഹമൂല്യം മഹർ കൊടുത്തിട്ടെങ്കിലും ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ പെണ്ണിന് അതിന് അനുവാദമുണ്ട് എന്ന് ഇസ്ലാം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇത് പുരുഷന് മാത്രം ചില പ്രിവിലേജ് അവകാശങ്ങൾ നൽകി സ്ത്രീനെ അരിക്കാക്കല്ല. ഈ രംഗത്തൊക്കെ എന്തുണ്ട്? തുല്യതയുണ്ട്. അതേപോലെ ഏഴാമത്തെ ഒരു കാര്യം, തൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും പരാതികളും അഭിപ്രായങ്ങളും പങ്കുവെക്കാനുള്ള അവസരമുണ്ട്. മദീന പള്ളിയിൽ ഒരു സ്ത്രീ വന്നു, റസൂലിനോട് പറഞ്ഞു, പുരുഷന്മാർക്ക് ദീന് പഠിക്കാൻ എന്തൊക്കെ അവസരമുണ്ട്? നിസ്കാരത്തിനും മറ്റും വരുമ്പോൾ സാഹചര്യമുണ്ട്, മറ്റു സന്ദർഭത്തിൽ നിങ്ങളുമായി ഇടപഴകുമ്പോൾ ദീന് പഠിക്കാൻ അവസരമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമില്ലല്ലോ, ഞങ്ങൾക്ക് അവസരം വേണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള അനുഭാവപൂർവം അത് അംഗീകരിച്ചുകൊണ്ട് അവരോട് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒരുമിച്ച് കൂടാനും അവിടെ സ്ത്രീകൾ സംഗമിച്ച് റസൂലുള്ള അവരെ ദീന് പഠിപ്പിച്ച സംഭവം കാണാൻ സാധിക്കും. മറ്റൊരു സംഭവം, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷമം ഒരു ആവലാതിയായി പരാതിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറഞ്ഞപ്പോൾ 58-ാം അധ്യായം സൂറത്തുൽ മുജാദില ആ വിഷയത്തിൽ അവതരിക്കപ്പെട്ടത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച ഒരു നയപരമായ ഒരു തീരുമാനം, അത് ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ശബ്ദത്തിന് മൂല്യമുണ്ട്, അവരുടെ അഭിപ്രായത്തിന് വിലയുണ്ട്, അവരുടെ പരാതികൾക്ക് പരിഹാരമുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ആ നിലക്കുള്ള അവരും പുരുഷനെ പോലെ തുല്യതയുള്ള ഒരു സാഹചര്യമാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ആബ്സല്യൂട്ട് ഇക്വാളിറ്റി എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ള പൂർണ്ണമായ ഒരു തസ്വിയത്ത്, മുസാവാത്ത്, മുത്ലഖ, അത് ഇസ്ലാമിലില്ല. അതിൻ്റെ ഒരു 5-6 രംഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു പെണ്ണിന് ഹൈലോ നിഫാസോ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിസ്കാരോ നോമ്പോ ഇല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു ശൈലി. അവിടെ ആണും പെണ്ണും ഒരേപോലെ അല്ല, സ്വാഭാവികമാണല്ലോ. രണ്ടാമത്തത്, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മുൻകൈയും മുഖവും ഒഴികെയുള്ളത് ഔറത്താണ്, മറക്കണം. എന്നാൽ പുരുഷന്റെ വേഷവിധാനോ ആ രീതിയിലല്ല. മൂന്നാമത്തേത്, കുടുംബത്തിന്റെ ചെലവ് നോക്കുക എന്നത് ആണിന്റെ ഉത്തരവാദിത്തമാണ്. പെണ്ണിന് ജോലി ഉണ്ടെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും സ്വത്തുണ്ടെങ്കിലും അവർക്കത് ഒരു ഉത്തരവാദിത്തമല്ല, അവർക്ക് ചെയ്യാം എന്നതല്ലാതെ അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും എന്ന് പറയുന്ന അവസ്ഥ ഇല്ല. നാലാമത്തേത്, ഈ ഒരു ക്രമം നിലനിൽക്കുന്നത് കൊണ്ടാണ് ബാപ്പയോ ഉമ്മയോ മരിച്ചാൽ ആ സ്വത്ത് വീതം വെക്കുമ്പോൾ പെണ്ണിന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ആണിന് ലഭിക്കും. അവിടെ എന്തില്ല? തുല്യതല്ല. കാരണം അതിൻ്റെ കാരണം തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തത്, ബഹുഭാര്യത്വം ഇസ്ലാം വകവെച്ചിട്ടുണ്ട്, ബഹുഭർത്തൃത്വം അംഗീകരിച്ചിട്ടില്ല. അതായത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യ, പരമാവധി 4 ഭാര്യമാർ എന്നതിന് അനുവാദമുണ്ട്. എന്നാൽ സ്ത്രീക്ക് ഒരൊറ്റ ഇണ, ഒരൊറ്റ ഭർത്താവ്, അതേ പാടുള്ളൂ. ആറാമത്തേത്, സാക്ഷ്യം വഹിക്കുന്ന വിഷയത്തിൽ ഒരാണിൻ്റെ സ്ഥാനത്ത് 2 പെണ്ണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. കാരണം അതിന് പലതുണ്ട്. ഇപ്പം ഒരാൾക്ക് ഇപ്പം അറിഞ്ഞൊരു കാര്യം തന്നെ പറയുമ്പോൾ സാഹചര്യവുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദത്തിലായ ചിലപ്പോൾ പറയാൻ മടിയോ ഓർമ്മിപ്പിച്ചൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ പെണ്ണിൻ്റെ ആ വൈകാരിക തലത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് 2 ആണ് സാക്ഷ്യം വഹിക്കേണ്ടടുത്ത് 2 ആണില്ലെങ്കിൽ ഒരാണിന് പകരം 2 പെണ്ണും എന്ന ഒരു പോളിസിയാണ് ഇസ്ലാം പ്രത്യേകിച്ച് കടമിടപാടുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറയിലെ 282-ാം സൂക്തത്തിൽ വിശദീകരിച്ചത്. ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചത് ആണും പെണ്ണും ഒന്നാണ്, എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമ്മളെ മതത്തിന്, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിന് കൃത്യമായ ചില മാനങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ എന്താ പറയുക, അപകർഷതാബോധത്തിൻ്റെ പുതപ്പ് ശരീരത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ നയങ്ങൾ പറയുകയോ മൂളുകയോ ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാവരുത്. ഈ ദീനിൻ്റെ കൃത്യമായ ദൈവികമായ നിർദ്ദേശങ്ങളെ
കറകളഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഈ തസ്വിയത്ത്, ഈ തുല്യത നിലനിൽക്കുന്ന വിഷയം അവിടെ അവകാശ നിഷേധമില്ല എന്ന് ഉറപ്പുവരുത്താനും തുല്യതയില്ല എന്ന് മതം കൃത്യമായി പറഞ്ഞിടത്ത് ആണ് ആണായും പെണ്ണ് പെണ്ണായും വേർതിരിയുന്ന ആ അവസ്ഥകൾ തീർച്ചയായും നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ മുന്നോടിയായി മരണാനന്തര ജീവിതത്തിൻ്റെ ആ വിശാലമായ തലങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്ത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് സംജാതമാകുന്ന ചെറുതും വലുതുമായ വിവിധ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളുടെ കൂട്ടത്തിൽ അറിവ് ഉയർത്തപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആ കാര്യങ്ങൾ പറയവേ റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനന്നാസ്. അള്ളാഹ് അറിവ് ഉയർത്തും പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ആ അറിവിനെങ്ങാണ്ട് ഉയർത്തി കളയുക എന്നല്ല അതിൻ്റെ അർത്ഥം. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. പണ്ഡിതന്മാരുടെ വേർപാടിലൂടെ, വിയോഗത്തിലൂടെയാണ് വിജ്ഞാനം ഉയർത്തപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ വിയോഗം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടവും മരണാനന്തര ജീവിതങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. ഇന്നലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ദീർഘകാല നേതൃനിരയിലുണ്ടായിരുന്ന മുഹമ്മദ് മദനി മരണപ്പെട്ടു. ഏകദേശം 6 പതിറ്റാണ്ട് കാലം പ്രബോധന രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. ഒരു കൂട്ടായ്മയുടെ ഒരു നേതാവിനെ മിമ്പറിൽ ഖുതുബയിൽ അനുസ്മരിക്കുന്നത് ആ പള്ളിയിൽ അവരുടെ ഒരു കാര്യം എന്നതിനപ്പുറം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന അഭിമാനകരമായ അസ്തിത്വം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച സലഫിധാരയുടെ മുൻനിരയിൽ നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന ഒരു വിഷയം പറയുമ്പോൾ ഓർത്തുപോകുന്നത് ഏകദേശം 30 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു മുബാഹലയാണ്. മുബാഹല എന്ന് പറഞ്ഞാൽ ആത്മശാപ പ്രാർത്ഥനയാണ്. എൻ്റെയും എൻ്റെ ഭാര്യാസന്താനങ്ങളുടെ മേൽ ശിക്ഷകൾ ഇറങ്ങട്ടെ ഞങ്ങൾ നുണയന്മാരാണെങ്കിൽ എന്ന ഒരു ആത്മശാപ പ്രാർത്ഥനയാണ് കേരളത്തിൻ്റെ മണ്ണിൽ 989 അങ്ങനെ ഒരു ശാപ പ്രാർത്ഥന മുസ്ലിം പക്ഷവും ഖാദിയാനികളും തമ്മിൽ നടന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഖാദിയാനികൾ എന്ന് പറയുന്നത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന വ്യക്തി പ്രവാചകനാണ്, മുഹമ്മദ് നബിക്ക് ശേഷമുള്ള റസൂലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. 1892 1.25 നൂറ്റാണ്ട് മുമ്പ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എതിർക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അന്നുള്ള മുസ്ലിം പണ്ഡിതന്മാരെ ഒരു മുബാഹലക്ക് വേണ്ടി വെല്ലുവിളിച്ചിരുന്നു. പിന്നീട് ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ നിരയിലുള്ള 4ാം ഖലീഫയും മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പൗത്രനുമായിരുന്ന മിർസ തോഹിർ അഹമ്മദ് ലണ്ടനിൽ നടത്തിയ ഒരു ഖുതുബയിൽ മുസ്ലിം ലോകത്തെ വീണ്ടും ഒരു മുബാഹലക്ക് വെല്ലുവിളിച്ചത് ചരിത്രത്തിലുണ്ട്. അതിൻ്റെയൊക്കെ അനുബന്ധമായിട്ടാണ് നമ്മുടെ പരിസരത്തുള്ള അരീക്കോടിനപ്പുറം കൊടിയത്തൂരിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു മുബാഹലയുണ്ടായത്. ഒരു നാട് പൂർണ്ണമായി സാക്ഷിയായ ഇസ്ലാമിക ചരിത്രത്തിലെ അപൂർവമായ ഒരു മുഹൂർത്തമാണ്. യൂട്യൂബിൽ മുബാഹല അടിച്ചാൽ അതിൻ്റെ ചില ഫൂട്ടേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇരുപക്ഷത്ത് നിന്ന് 40ഓളം ആളുകൾ, ഇരുപക്ഷത്ത് നിന്നുള്ളവരുടെ കുടുംബങ്ങളടക്കമുള്ള 40ഓളം ആളുകളാണ് ഈ ആത്മശാപ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത്.
അന്നത്തെ മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധിയായി ആ ഒരു മുബാഹലക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയായിരുന്നു മുഹമ്മദ് മദനി. ആ മുബാഹലയും അതിന് തൊട്ടു ശേഷമുള്ളതും വലിയ ചരിത്രമാണ്. ലണ്ടനിലെ ഖുത്ബ നടത്തിയ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പൗത്രൻ പിന്നീട് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു മുബാഹല നടത്തിയിട്ടില്ല, പലരും എതിർത്തപ്പോൾ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു പോയതാണ് എന്ന് പറയുന്ന അവസ്ഥ. മുബാഹലം അവർക്ക് തിരിച്ചടിയുണ്ടായതിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ ഇന്നലകളുടെ ചരിത്രങ്ങളിലുണ്ട്. ഞാനത് ഓർത്തുപോയത് സാന്ദർഭികമായി അതിൻ്റെ രേഖകൾ സഹിതം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ മണ്ണിൽ വൈജ്ഞാനിക പ്രബോധന രംഗത്ത് ജീവിച്ചിരുന്ന ഒരു മഹനീയ വ്യക്തിയാണ് മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവുള്ളവരുടെ വേർപാട് മുസ്ലിം സമൂഹത്തിൻ്റെ ഗമനത്തെ, പ്രവാഹത്തെ തീർച്ചയായും ബാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള പരിഹാരങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആനിനോടും സ്വഹീഹായ ഹദീസിനോടും സ്വഹാബിമാർ സ്വീകരിച്ച സമുന്നതമായ നിലപാടുകൾ സ്വീകരിച്ച് ആദർശ പ്രതിബദ്ധതയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ആഗ്രഹങ്ങളും മോഹങ്ങളും പൂവണിഞ്ഞ് ദുനിയാവിൻ്റെ ഹസനത്തുകൾ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, ഏവർക്കും ആഫിയത്തും ശിഫയും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, ഇടപാടുകളിൽ, ജീവിതോപാധികളിൽ, പഠനങ്ങളിൽ, വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിൻ്റെ പേരിൽ നീതി നിഷേധങ്ങൾക്ക് ഇരയാകുന്ന, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിൽ ശാശ്വതമായ പരിഹാരം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.